യിലൂടെ ഒഴുകി കാട്ടിലും കരയിലും അടുത്തപ്പോ ഏതാണ്ട് 51ഓളം ശവശരീരങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ടാണ് എടുത്തത്. അതുകൂടാതെ ശരീരഭാഗങ്ങൾ ഞങ്ങൾ ആ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് ചെന്നപ്പോ ആ കാണേണ്ട ഒരു വളരെ ദുഃഖകരമായ, നമ്മൾക്കൊന്നും ഇനി അങ്ങനത്തെ ഒരു ദുരന്തം കാണാൻ സാധിക്കാത്ത രീതിയിലാവട്ടെ എന്ന് മനസ്സിലാഗ്രഹിക്കുകയാണ്. കാരണം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിരാത്ത ബോഡി, സ്വന്തം മക്കള്, ഭാര്യ, അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ വളരെ വിഷമത്തോടുകൂടി ദിവസങ്ങളായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓരോ ശവശരീരം വരുമ്പോഴും ഇത് എന്റെ അച്ഛനാവാം, എന്റെ ഭർത്താവാം, എന്റെ മകനാകാം എന്നുള്ള വ്യഗ്രത, തീവ്രമായ വേദനയുമായി കാത്തു നിൽക്കുകയാണ്. വളരെ ആശ്വാസം നമ്മളുടെ പ്രവർത്തകർ നടത്തി എന്നുള്ളത് ആദ്യമൊക്കെ ചാനലുകള് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുപ്പായത്തിൽ നടക്കുന്ന ആളുകൾ ചാനലിന്റെ മുമ്പിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത് നിങ്ങളും ഞാനും ഒക്കെ കേട്ടതാണ്. പെട്ടെന്ന് എവിടുന്നോ പോയി ഏതോ ഒരു കുപ്പായം തയ്പ്പിച്ച് ഓടി വന്നിട്ട് ഇറങ്ങിയതാണ്. ഞാൻ അതിനെക്കുറിച്ച് വിമർശിക്കുന്നില്ല, പക്ഷെ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിമർശിക്കുന്നയാളും നമ്മളുടെ മുമ്പിൽ, നമ്മളുടെ പ്രവർത്തകരുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുമ്പോൾ ആദ്യം എടുത്തുകൊണ്ടുപോകുന്ന മനോഭാവം, അവരെ ആശുപത്രിയിലാക്കുന്ന, അവർക്ക് വെള്ളം കൊടുക്കുന്ന, ജീവൻ തിരിച്ചു കൊടുക്കുന്ന ഏത് ഘടകത്തിലും ഏത് ഘട്ടത്തിലും നമ്മളും ആ പ്രവൃത്തി തന്നെ ചെയ്യും. അല്ലാതെ ഞങ്ങളെ വിമർശിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള പ്രവൃത്തിയിലേക്ക് പോകും എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല, നമ്മൾ പറയാനും പാടില്ല. കാരണം ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ വിമർശനങ്ങളെ വകവെക്കാതെ, ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ രൂക്ഷമായ കാലാവസ്ഥ, അത് പുഴയിലിറങ്ങുമ്പോഴ് അല്ലെങ്കിൽ കാട്ടിൽ പോകുമ്പോഴ് മലയിടിയുമ്പോഴ് ഒക്കെ നമ്മള് നിസ്വാർത്ഥമായി കാണിച്ച സേവനം, ഒരു പരാതിയുമില്ലാതെ നമ്മളുടെ ഇന്ന് വയനാട്ടിൽ ഇന്നിവിടെ ഈ ദിവസങ്ങളിലായി 1000-ലധികം നമ്മുടെ പ്രവർത്തകരാണ് ഈ ആത്മാർത്ഥമായ ഈ ത്യാഗസന്നദ്ധത ഇവിടെ പ്രകടിപ്പിച്ചത്. ഇത് വളരെ ആശ്വാസമാണ്. തന്നെയുമല്ല, ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കളക്ടർ, ആർമി കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമൊക്കെ ആയി നടത്തുന്നത് SDPIയുടെ വാളണ്ടിയേഴ്സ് മാത്രം മതി എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു സൈനികനോടൊപ്പം അവര് ഡിവിഷനായി തിരിച്ച് 26 ഡിവിഷനിലും അതിൽ ഒരു ഡിവിഷനിൽ ഒരു 2 വാക്കി ടോക്കിയും 2 വണ്ടിയും കൊടുത്ത് ഒരു പട്ടാളക്കാരനെ കൂടെ വിട്ടിട്ട് ഇവരാണ് ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ അവരാണ് ചെയ്യുക. ആദ്യമെല്ലാം ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ അവസാന ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ വീണ്ടും 100 കണക്കിനാണ് ആളുകൾ അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യയൊന്നുമല്ല എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 530 വീടുകൾ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഈ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും പലരെയും അവിടെ നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ കണക്കൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഇനി ഈ പറയുന്ന എണ്ണം, മരണസംഖ്യ ഇനിയും വർധന ഉണ്ടാകുമെന്നാണ് സൂചനകൾ നൽകുന്നത്. ഈ രീതിയിലാണ് അവിടുത്തെ സാഹചര്യം. എന്തായാലും കണ്ണുനീരും വേദനകളും മാത്രമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പ്രദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ നമ്മുടെ പാർട്ടി ഞാൻ അഭിമാനിക്കുന്നു. ആത്മാർത്ഥമായി ആളുകൾ പറയുമ്പോൾ അഭിമാനം കൊള്ളുകയാണ്. കാരണം നമ്മുടെ പ്രവർത്തനം ശ്ലാഘനീയമെന്നല്ല, അങ്ങേയറ്റത്തെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ ആത്മവിശ്വാസവും വേദനയും തൊട്ടറിഞ്ഞ നമ്മളുടെ ഈ പ്രവർത്തനം അങ്ങേയറ്റം ഈ പറയുന്ന നാട്ടുകാരും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ മരണമടഞ്ഞ മുഴുവൻ ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ടും ഇവിടെ വേദന അനുഭവിക്കുന്നവരുടെ ദുരന്തങ്ങളും വേദനകളും എല്ലാം മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്നും ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വം കൊടുത്ത ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ
നേതാക്കന്മാരെയും സഹകരിച്ച എന്റെ സഹപ്രവർത്തകരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.